ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ പൊതികൾ കണ്ടാ? ഈ പൊതികളെ നമ്മുടെ രാധുക്കുട്ടിക്ക് സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റുകളാട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റുകളുടെ പാക്കിംഗ് ആട്ടാ. പിന്നെ രാധു ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 ഗേൾസിനുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു, പാർട്ട് 2 ബോയ്സിന്റെ ബ്രേസ്ലെറ്റ്, പാർട്ട് 3 ടീച്ചർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഗിഫ്റ്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിന്റെയൊക്കെ പാക്കിങ്ങും ക്ലാസ്സിൽ കൊടുക്കുമ്പോഴുള്ള വിശേഷങ്ങളും. അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് അതിന്റെ തലഭാഗത്ത് ആ റൗണ്ട് മുറിച്ച് മാറ്റി വെച്ച് പിന്നെ അതിനൊരു കൊട്ടയുടെ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് റൗണ്ടും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി ഇത് തെറ്റി പോകാണ്ടിരിക്കാനായിട്ട് ഗേൾസിന് വേണ്ടിയിട്ട് പിങ്കും ബോയ്സിന് വേണ്ടിയിട്ട് ബ്ലൂവും ടീച്ചർക്ക് വേണ്ടിയിട്ട് റെഡും ഒരു ഹാർട്ട് പെയിന്റ് ചെയ്തെടുത്തു. അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഒക്കെ സ്കൂൾ തുറക്കണേക്കാളും ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാക്കിംഗ് ഒക്കെ നടക്കുന്നത് തലേ ദിവസം ആട്ടാ. അതല്ലെങ്കിലും നമുക്ക് തലേ ദിവസമാണല്ലോ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ തലേ ദിവസം വല്ലാത്തൊരു ഉഷാറ് കൂടി ഇരുന്ന് പഠിക്കില്ലേ, അതേപോലെ ഒരു പ്രത്യേക ഉഷാറായിരുന്നു ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. അതുവരെയ്ക്ക് ഇത് എങ്ങനെ പാക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കണ തലേന്ന് പെട്ടെന്ന് കിട്ടിയ ഐഡിയ ഇങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് ഒരു കൊട്ട പോലെ ആക്കിയിട്ട് ചെയ്യാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം സ്കൂളിൽ പോയി കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ പിറ്റേ ദിവസമാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അന്ന് സ്കൂളിൽ ഗേൾസിന് ഉള്ളത് ബോയ്സിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേൾസിന് പിങ്ക് നോക്കിയിട്ട് കൊടുത്തോളൂ, ബോയ്സിന് ബ്ലൂ നോക്കിയിട്ട് കൊടുത്തോളൂ എന്ന്. അപ്പൊ അവള് ഫ്രണ്ട്സിന് ഇങ്ങനെ ഓരോരുത്തർക്കും ഗിഫ്റ്റ് കൊടുക്കട്ടാ. അവള് നല്ല ഹാപ്പി ആയിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ. അപ്പൊ ആശാദി പൊളിച്ചാടിയുടെ പോലെ ചാടി ചാടി നിൽക്കണ്ടായിരുന്നേ, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു അവള്. അപ്പൊ അവളുടെ മുഖത്ത് ഈ ചിരി കാണുമ്പോട്ടാ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയവും കഷ്ടപ്പാടൊന്നും ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നുക. അവളുടെ ചിരി കണ്ടു, അവളുടെ ചിരിയും സന്തോഷം എനിക്ക് പേഴ്സണലി വളരെ സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവള് ടീച്ചർക്കും കൂടി ഒക്കെ ഗിഫ്റ്റ് കൊടുത്തു. അവളും ഹാപ്പി, ഞാനും ഹാപ്പിയായി. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്തിട്ട്. അത്രയല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ.